ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി റോസ്റ്റ് ആണ്. ഞാനിവിടെ ഒരു 7 മത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാല പുരട്ടണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ മീനിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മീനിൽ നന്നായിട്ട് പുരട്ടി വെക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മീനിൽ നന്നായിട്ട് പുരട്ടി വെക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് ലൂസാകരുത്. ആ മീനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് പുരട്ടി വെക്കാനായിട്ടുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതുപോലെ മീനിൽ മസാല പുരട്ടി വെക്കാം. ഇതുപോലെ ഉള്ളിലെല്ലാം പുരട്ടി വെക്കണം. ഇതുപോലെ മസാലയെല്ലാം നന്നായിട്ട് പുരട്ടി വെക്കണം. അതിനുശേഷം നമുക്കിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം. എല്ലാ മീനിലും ഇതുപോലെ നമുക്ക് മസാല പുരട്ടി കൊടുക്കാം. അതിൻ്റെ ഉള്ളിലെല്ലാം ഇതുപോലെ പുരട്ടി കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ മീന് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. ആ മസാലയൊന്നും പിടിക്കാൻ വേണ്ടി നമുക്കിത് അരമണിക്കൂർ മാറ്റി വയ്ക്കണം. നമ്മൾ ഈ ബാക്കി വന്ന മസാല ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. മത്തി റോസ്റ്റ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയിലായിരിക്കണം, വലിയ സവോളയിലല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 7 പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടുന്നത് കൊണ്ട് കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മസാലയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഞെരടി ഈ മുളക് പൊടിയെല്ലാം ആ മുളകും മഞ്ഞളും ഉപ്പും എല്ലാം കൂടെ മിക്സാക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഞെരടി പിടിപ്പിച്ച് കൊടുക്കണം. ഈ ചിലർക്ക് ഉള്ളിയും മുളകും ഒക്കെ ഇങ്ങനെ ഇതുപോലെ ഞെരടി എടുക്കുമ്പോഴത്തേന് കൈ പുകയുന്നവരാണെങ്കിൽ ഗ്ലൗസും എല്ലാം കയ്യിലിട്ടിട്ട് പുരട്ടി കൊടുക്കണം. അല്ല എങ്കിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ പുരട്ടിയിട്ട് കയ്യിൽ നന്നായിട്ട് പച്ചവെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇതുപോലെ മസാല പുരട്ടി കൊടുക്കാം. ഈ മസാല ഇതുപോലെ നന്നായിട്ട് ഞെരടിയതിന് ശേഷം ആ മീൻ മാറ്റി വെച്ചതിൻ്റെ കൂട്ടത്തിൽ നമുക്കിത് അരമണിക്കൂർ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ മീൻ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി. നമുക്കിനിയും മീൻ വറക്കണം. അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മീനെല്ലാം ഇതിൽ ഒറ്റ ട്രിപ്പിലാണ് വറക്കുന്നത്. അതുകൊണ്ട് അതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ മീൻ വെച്ചു കൊടുക്കാം. എല്ലാ മീനും ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മീൻ വറക്കുന്ന പാത്രത്തിൽ ഈ മീൻ ഇട്ട് കഴിഞ്ഞാൽ അടുക്കി പിടിക്കുന്നതാണെങ്കിൽ നമ്മൾ മീൻ വറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മീൻ വറുത്താൽ അത് അടുക്കി പിടിക്കില്ല. ഇനി മീൻ വറക്കുമ്പോൾ അതുപോലെ അടുക്കി പിടിക്കുന്ന പാത്രമാണെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്തിട്ട് മീൻ വറക്കുകയാണെങ്കിൽ നമ്മുടെ മീൻ വറുത്തതൊന്നും അടുക്കി പിടിക്കാതെ നന്നായിട്ട് കിട്ടും. അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കണം. ഒരുപാട് മൂപ്പിച്ചെടുക്കരുത്. ആ 2 സൈഡും ഒന്ന് നന്നായിട്ട് വെന്ത് വന്നാൽ മതി. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിത് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല നെയ്യുള്ള മത്തിയാണെങ്കിൽ കൂടുതലും ടേസ്റ്റ് ആകും. ഇതുപോലെ നമുക്ക് പതുക്കെ തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കാം. നമ്മുടെ മീനൊക്കെ നന്നായിട്ട്
വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊന്നും മാറ്റി വയ്ക്കാം. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ എണ്ണയിൽ തന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയുടെ ആ മിക്സ് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയി. നമുക്കിതൊന്ന് തുറന്ന് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ മീൻ വെട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മുട്ട ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വരണം. നന്നായിട്ട് ആ മസാലയൊക്കെ ആയിട്ട് നല്ല ഫ്രൈ ആയി വരണം. അതുവരെ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഇത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് നിരത്തി കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ എണ്ണയെല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ആ ഉള്ളിയൊക്കെ സൈഡിൽ കിടക്കുന്ന ഉള്ളിയൊക്കെ ആ മീനിന്റെ മുകളിലേക്ക് ചേർത്ത് ഇതൊന്ന് പൊതിഞ്ഞു വെച്ചു കൊടുക്കാം. ആ മീനിന്റെ മുകളിലേക്ക് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞു വെച്ചു കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് പൊതിഞ്ഞു വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ വേവിച്ചെടുക്കാം. നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റായി. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഇതുപോലെ 2-3 പ്രാവശ്യം തിരിച്ചിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. തീ ഒരുപാട് കൂട്ടി കൊടുക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നതാണ് ടേസ്റ്റ്. ഇതുപോലെ നമുക്ക് ആ മസാലയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഇതുപോലെ വീണ്ടും ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ടേസ്റ്റിയായ മത്തി റോസ്റ്റ് റെഡിയായി. അതിന് ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.